ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഈ വെന്യൂ ഫേസ് ലിഫ്റ്റിനെ പറ്റി പറയുന്തോറും കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 1-2 ആഴ്ച മുന്നെയാണ് ഇതിന് മുന്നേ വെന്യൂ ഫേസ് ലിഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടത്. അതിൻ്റെ 1-2 ആഴ്ച മുന്നേ ഒന്നുകൂടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഒരുപാട് വ്യൂസ് കിട്ടുന്നത് കൊണ്ടിടുന്നതല്ല, പക്ഷെ വണ്ടിയുടെ ന്യൂസ് വരുന്നത് കൊണ്ടിരുന്നതാണ്. എന്തായാലും ബേസിക്കലി ഇപ്പോൾ നമ്മുടെ പുതിയ വെന്യൂ ഫേസ് ലിഫ്റ്റ് ഒന്നുകൂടെ മൊത്തത്തിൽ നിന്ന് സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ സൗത്ത് കൊറിയയിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ടെസ്റ്റിംഗ് കണ്ടുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ടൈം വീഡിയോ ഇട്ട സമയത്ത് ഇന്ത്യയിലെ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്ന മോഡലിൻ്റെ ഇട്ടത്. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് ഇന്ത്യയിൽ ടെസ്റ്റിംഗ് തുടങ്ങി എന്നല്ലാതെ ഡിസൈൻ പരമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും ഈ വണ്ടി ഇഷ്ടംപോലെ പ്രാവശ്യം സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ പുതിയ വരാൻ പോകുന്ന ജനറേഷൻ സെൽട്ടോസിൻ്റെ കൂടെയും സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതല്ലാതെയും സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം ചെറിയത് ഈ ഒരു മിററിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ് വന്ന്, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള പുതിയ ജനറേഷൻ വെന്യൂൻ്റെ ഇമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന വണ്ടിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജൈജാൻറ്റിക് അല്ലെങ്കിൽ വളരെ വലിയൊരു ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ വണ്ടിയുടെ കുറച്ച് സ്ലീക്കാണ്, നമുക്ക് മുകളിൽ DRLs താഴെ ഹെഡ്ലൈറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ DRLs താഴത്തേക്ക് നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ കാണുന്ന പോലെ. ആൻഡ് അത് രണ്ടും ഒരു വലിയൊരു അറേ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ താഴത്തായിട്ട് നമ്മുടെ മെയിൻ ഹെഡ്ലാമ്പ്സ് യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രില്ലൊക്കെ കാണാം, ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് പോലെ ടോപ്പ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് DRLs മിക്കവാറും ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്തത് കത്തിയിട്ടില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കറക്റ്റിലൊക്കെ ഒരു സിമിലർ എലമെൻറ്റ് കണ്ടതാണ്. അതുപോലെ ഗ്രില്ലിൻ്റെ പാറ്റേൺ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. വണ്ടി ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം വലിയ കുഴപ്പമില്ല. എനിക്ക് ആ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ അത്രയും വലുതാക്കണമായിരുന്നോ എന്ന് തോന്നി. പക്ഷേ സ്റ്റിൽ ചിലപ്പോൾ ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാതെ വണ്ടി കാണുമ്പം കുറച്ച് രസം ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഈ അടുത്ത് വന്ന കറക്റ്റ് ഫേസ് ലിഫ്റ്റൊക്കെ കാണാൻ വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ. അതിന് മുന്നത്തെ വണ്ടി കുറച്ച് വ്യത്യസ്തമായിരുന്നെങ്കിൽ പോലും. എന്തായാലും സൈഡ് പ്രൊഫൈലാണെങ്കിലും നമ്മളിതിൻ്റെ അലോയ്സിൻ്റെ ഡിസൈനൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ്. അത് നേരത്തെ ടെസ്റ്റിംഗ് ഇമേജിലൂടെ നമുക്ക് കാണാൻ പറ്റിയിരുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ ഫ്രണ്ട് ഡിസൈൻ ഇപ്പോഴാണ് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡിസൈനിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. എനിക്കിതിന് കുറച്ചും കൂടെ വിട്ടൊക്കെ കൂടിയതുപോലെ തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ വെന്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വണ്ടിയുടെ ലുക്കാണുള്ളത്. ഇതിന് പക്ഷേ അങ്ങനെയല്ല, കുറച്ചും കൂടെ വീതിയൊക്കെ വന്ന് ഇത്തിരി കൂടെ മെച്ചോർഡായ പോലത്തെ ഒരു ലുക്കുണ്ട്, അറ്റ്ലീസ്റ്റ് ഡയമെൻഷൻസ് വൈസ്. പക്ഷെ എന്തായാലും ബാക്കിലേക്ക് വരുമ്പം പഴയ പോലൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ടിലുള്ള അത്രയും കവറിങ് അവർ ഊരിയിട്ടില്ല. നമുക്ക് ആ ചെറിയൊരു ലൈറ്റിൻ്റെ പോർഷൻ മാത്രമേ ഇപ്പോഴും കാണാൻ പറ്റുന്നുള്ളൂ. അതും LED ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ബാക്കിലത്തെ ഡിസൈൻ മനസ്സിലാവാതിരിക്കാൻ ഒരു അഡീഷണൽ സാധനം അവർ ബാക്കിൽ വലിച്ചു കെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ആ വിൻഷീൽഡിൻ്റെ ഏരിയയുടെ ഭാഗത്തായിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈനൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ വണ്ടി സബ്ഫോമീറ്റർ തന്നെ ആയിരിക്കും. വീതി ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കൂടിയ പോലെ തോന്നിയാലും ബാക്കിൽ നിന്ന് ഇപ്പോൾ പണ്ട് കാണുമ്പോഴും വണ്ടി ഇറങ്ങിയ സമയത്ത് സ്ക്വയർ ടെയിൽ ലാംപ്സ് ഒക്കെ ആയിട്ട് ശരിക്കും ഒരു ചെറിയ വണ്ടിയുടെ ലുക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് മാറ്റി ബാക്കിലത്തെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്രൊപ്പോർഷൻസ് അധികം മാറ്റിയില്ല. സ്റ്റിൽ വണ്ടിക്ക് കുറച്ചും കൂടെ മെച്ചോർഡായിട്ടുള്ള ഒരു ലുക്ക് വന്നു. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ഇത്തിരിയും കൂടെ മെച്ചോർഡായിട്ടുള്ള കുറച്ചും കൂടെ വലുപ്പമുള്ള പോലത്തെ ഒരു ലുക്ക് വരുമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. എന്തായാലും ഈ ഫേസ് ലിഫ്റ്റ് വരുന്നു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ ജനറേഷൻ അപ്ഡേറ്റ് വരുന്നു എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ സെയിലിനെ ബാധിച്ചിട്ടൊന്നുമില്ല. ബൈ ദ വേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് പ്രോപ്പർ ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. കാരണം 2019 ഈ വണ്ടി വന്നത്. 2 വർഷം മുന്നേ, ആക്ച്വലി 2022 ഇതിനൊരു ഫേസ് ലിഫ്റ്റ് വന്നതാണ്. അതിനുശേഷമാണ് ഇനിയിപ്പം ഈ ഒരു ജനറേഷൻ അപ്ഡേറ്റ് വരുന്നത്. സോ 3 വർഷത്തിനടുത്തായി. ഈ വർഷം തന്നെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ വർഷം തീരുന്നതിന് മുന്നേ ആയിട്ട് ലോഞ്ച് ആകും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും പറയുന്നില്ല. അതായത് നമ്മുടെ എൻജിൻ വൈസ് സെയിം 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും. ഇതിനകത്ത് 115 bhp 250 Nm ടോർക്കാണ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ നമുക്ക് സോണറ്റിലും സെറോസിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ വെന്യൂവിൽ ഹ്യുണ്ടായി ഇതുവരെ കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അവർ കിയയിലോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അവർ കൊടുക്കാത്തതെന്ന് അറിയില്ല. രണ്ടും ബേസിക്കലി സെയിം മാനേജ്മെൻ്റ് ആണല്ലോ, അറ്റ്ലീസ്റ്റ് സൗത്ത് കൊറിയ ബേസിലെങ്കിലും. ഇന്ത്യയിൽ ആക്ച്വലി മാനേജ്മെൻറ്റ് വ്യത്യാസമുണ്ട്. കിയ വേറെ ഹ്യുണ്ടായി വേറെ ആയിട്ടാണ്. പക്ഷേ പ്രോഫിറ്റ് വന്ന മെയിൻ കമ്പനി ഹ്യുണ്ടായി ആണ്, സൗത്ത് കൊറിയൻ ബേസ്ഡ് കമ്പനി. എന്തായാലും അതല്ലാതെ നമുക്ക് 1.2 ലിറ്റർ എണ്ണ പെട്രോൾ ഉണ്ട്, ബേസ് എഞ്ചിനായിട്ട് അതാണ് വരുന്നത്. 83 PS പവറും 114 Nm ടോർക്കും ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ കിട്ടുന്നുണ്ട്. അതിപ്പം നമുക്ക് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ചും അതുപോലെ 6 സ്പീഡ് മാനുവലൊക്കെ അവൈലബിൾ ആണ്. പണ്ട് IMT ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ അവർ ഇതിന് പ്രോപ്പർ മാനുവലൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഈ വണ്ടിയിൽ എൻലൈൻ മോഡലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്ത് ചെറിയ എക്സോസ് നോട്ടിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്തായാലും പുതിയ വണ്ടി വരുന്ന സമയത്ത് അതിനകത്ത് എൻലൈൻ ലോഞ്ചിൻ്റെ സമയത്ത് ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ചിലപ്പോൾ വണ്ടി ഇറക്കി കുറച്ച് കാലം കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇത്തിരി കുറയുന്ന സമയത്ത് അവർ എൻലൈൻ ഇറക്കുമായിരിക്കും. അപ്പോൾ പിന്നെ ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് തുടങ്ങുമല്ലോ. എന്തായാലും സെയിൽസ് ഇപ്പോഴും 9,000 12,000 ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ വെന്യൂ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് വന്നിട്ട്
എടുക്കുന്നതായിരിക്കും നല്ലത്. ഡിസൈനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും നമുക്ക് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയായിരിക്കും ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഹ്യുണ്ടായി ആയതുകൊണ്ട് അവർ ഇൻറ്റീരിയർ ലേഔട്ട് മൊത്തത്തിൽ മാറ്റും. മാത്രമല്ല ഫീച്ചേഴ്സിൻ്റെ എണ്ണത്തിലാണെങ്കിൽ ഇപ്പോൾ വണ്ടി ഭയങ്കര ബേസിക്കാണ്. 8-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ളൂ, അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ചെറുതാണ്, പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയ വണ്ടിയിൽ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മെയിനായിട്ട് ഫീച്ചേഴ്സാണ് നോക്കുന്നത്, പക്ഷേ സെറോസ് അല്ലെങ്കിൽ സോണറ്റ് ഒന്നും എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ തീർച്ചയായും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ ഗൈസ്, ഇതാണ് വെന്യൂ ഫേസ് ലിഫ്റ്റിനെ പറ്റി നമുക്കിപ്പോൾ പറയാൻ പറ്റും. ഞാൻ ഒരുപാട് ചുമ്മാ വലിച്ച് കിട്ടുന്നില്ല. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.